നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ എന്തെല്ലാം കാണാം? അവിടെയുള്ള പ്രധാന പ്രതിഷ്ഠയുണ്ട്, ഓക്കെ, അവിടെ പൂജ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിനകത്ത് ഗണിതശാസ്ത്രമുണ്ട്, എല്ലാവർക്കും അറിയാം, ഗണിതത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അവിടെ ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്ര ഇഷ്ടികകൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്, കണക്കുണ്ട്. പിന്നെ അതിനകത്തേക്ക് വീണ്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നാട്യശാസ്ത്രത്തിൻ്റെ രീതികളെക്കുറിച്ച് ആ ശില്പികൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഒരു നർത്തകിയുടെ ഏത് ഭാവമാണ്, ഇപ്പം നമ്മൾ ശൃംഗാരം എന്ന് പറയുന്ന ഒരു വികാരത്തെക്കുറിച്ച് പറയുന്നു, ബീഭത്സം എന്ന് പറഞ്ഞ വികാരത്തെക്കുറിച്ച് അറിയുന്നു. ആ വികാരത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് പോലെ എങ്ങനെയാണ് ഒരു ശില്പത്തിൽ കൊത്തിവെക്കാൻ ഒരു ശില്പിക്ക് കഴിയും? അതിന് കാരണം ശില്പി ഓൾസോ ലേൺഡ് ഓൾ ദീസ് തിങ്സ്. ശില്പി ശില്പശാസ്ത്രം മാത്രമല്ല പഠിക്കുന്നത്, കമ്പൈൻഡ് ആയിട്ടുള്ള സോ മെനി സിസ്റ്റംസ് അയാൾ പഠിച്ചാലേ പറ്റുള്ളൂ. അതിൽ നിന്നാണ് ഈ ഒരു സംഗതി രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ശരീര ശസ്ത്രക്രിയയൊക്കെ സുശ്രുതൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇന്നത് മനുഷ്യരിലെ ബോഡിലി കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആയിട്ട് നമ്മൾ എണ്ണുന്നുണ്ട് ഈ പറയുന്ന സുശ്രുതൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ച്. ആധുനികർ ശില്പകലയെയും നൃത്താഭിനയങ്ങളെയും ഇതിലേക്ക് കൂട്ടുമ്പോൾ നമുക്കതിനെല്ലാം വെവ്വേറെ പഠനശാസ്ത്രങ്ങൾ തന്നെ ഉണ്ടായി. ശില്പശാസ്ത്രവും നാട്യശാസ്ത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധം നമുക്ക് ഈ ഹൊയ്സാല ക്ഷേത്രങ്ങളിലൊക്കെ പോയി കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ഇവർ ഈ ഒരു സർഗപ്രക്രിയ നടപ്പിലാക്കിയത്? അതുകൊണ്ടാണ് ഈ റോമിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പണം വന്നു എന്നൊക്കെ പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ അത് ഉണ്ടാക്കുന്നവരുടെ ഒരു കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ആൻഡ് ദേ ഹാഡ് ദറ്റ് യുണീക്ക് ഇൻ്റലിജൻസ്. ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കി നേതൃത്വ ഗുണം കൈവരിച്ച് സഹകരണത്തിലൂടെ സാമൂഹികമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഭാരതത്തിൽ സ്മൃതി പഠനം നടപ്പിലാക്കി.